ഒരു തെങ്ങ് ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. ഇതാണ്ട് ഇതൊരു 3-3.5 കൊല്ലം പഴക്കമുള്ള നമ്മളെ ബോൺസായി തെങ്ങ. നല്ല കിടിലം വെറൈറ്റി ഒരു ബോൺസായി തെങ്ങ്. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു തെങ്ങ് നമ്മൾ വിൽക്കാനൊന്നുമല്ല, നമ്മളെ ഒരു പേഴ്സണൽ കളക്ഷനിൽ നമ്മൾ വെച്ചേക്കുന്ന സൂക്ഷിച്ചു പോകുന്ന നമ്മളെ സ്വന്തം ബോൺസായി തെങ്ങാണ് ഈ കാണുന്നത്. കണ്ട അതിൻ്റെ ഒരു ഭംഗി നോക്കി. 2 ഇഞ്ച് കനമുണ്ട് പോയി, ഒരു രക്ഷയില്ല. അതാ നോക്കി, ഇതിൻ്റെ എവിടെ അല്ലേ ആണ്ടെ ഒരു 2 ഇഞ്ച് കനം തടിക്ക്, ബാക്കി മൊത്തം വേര്. ഇതാണ്ടെ തേങ്ങയും കാണാം. കണ്ട അയ്യോ, ഇതിനകത്ത് തേങ്ങയും കാണാവോ? തേങ്ങയൊക്കെ പോയി കേട്ടോ, ഒരു രക്ഷയില്ലതാ. നമുക്ക് തൽക്കാലത്തേക്ക് ഇങ്ങോട്ടൊന്ന് വെക്കാം. ഇതാ ഇത് 2 ഇഞ്ച് കനം. കണ്ട ഒരുപാട് പേര് കമന്റ് ഇടാറുണ്ട്, ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇത് വിൽപ്പനയ്ക്കല്ല, ഇത് വിൽപ്പനയ്ക്കല്ല. ഇത് നമ്മുടെ പേഴ്സണൽ കളക്ഷനിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇത്രയും വളരെ മനോഹരമായിട്ടുള്ളൊരു തെങ്ങിൻ്റെ ബോൺസായി. കണ്ടില്ലേ? ഇത് കായ്ക്കും എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, പക്ഷേ എന്നാൽ കമന്റ് ഇടുമ്പോൾ അതും കൂടെ ഒന്ന് സൂക്ഷിക്കുക. തെങ്ങ് ബോൺസായികൾ ഒരുപാടുണ്ട്, നിങ്ങളെ വീട്ടിലും ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു ഫീല്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഷേപ്പ്, അതിൻ്റെ ആ ഒരു തടിയുടെ കനം, ഇതൊക്കെ ഇതിനകത്ത് മാനദണ്ഡമാണ് അല്ലേ? ആ ഒരു അഴകിനാണ് ഈ ബോൺസായി എന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. അത് തന്നെ എൻ്റെ വീട്ടിൽ വലിയൊരു തെങ്ങ് കൊണ്ട് ചെന്ന് പണ്ട് ഇതേപോലെ ഇളക്കി കൊണ്ടുപോയി വെച്ചാൽ ഒരു ബോൺസായി തെങ്ങാന്ന് പറയാം. പക്ഷെ ഈ ഒരു ഷേപ്പ് കണ്ട, അതിനാണ് ഡിമാൻഡ്. കണ്ട എന്താ ഭംഗി നോക്കി, ആ ഓലയുടെയൊക്കെ ഒരു വിരിവ് നോക്കി. നമ്മൾ ഈ പടത്തിലൊക്കെ കാണുന്ന കണക്ക് അതേപോലെ തന്നെ നല്ല ഷേപ്പിൽ. പിന്നെ കമന്റ് ഇടുന്നവർക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓരോ കമന്റ് ഇടുമ്പോഴും അതിൻ്റെതായ അത്രയും പേർക്കും കൂടി ഇത് ഷെയറായി പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരുപാട് പേര് കമന്റ് ഇടും, അറിയാം, 100%. അതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ അറിയാലോ, ഇത്രയും നല്ലൊരു തെങ്ങാണ്, വളരെ മനോഹരം. അത് എന്താ പറയാ, ഒരു സൃഷ്ടി ആണത്. നമ്മളൊന്നും ഉണ്ടാക്കിയൊന്നും അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബോൺസായി തെങ്ങ് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല. പക്ഷേ പ്രകൃതിയാ കിട്ടിയൊരു സാധനം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഉടമസ്ഥൻ എന്ന് ഞങ്ങൾ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ, ചിലപ്പോൾ നാളെ ഒരു സമയത്ത് വേറൊരാളുടെ കയ്യിലായിരിക്കാം. കാര്യം ഇതൊന്നും നമ്മൾ ഈ ഭൂമിയിലെ വലിയ അവകാശികളൊന്നുമല്ല. നമ്മളും ഇവിടെ കാഴ്ചക്കാരായിട്ട് കുറച്ച് നാൾ നിൽക്കുന്നു, കാണുന്നു, പോകുന്നു അല്ലേ? കിടക്കുന്ന ഒരു കട്ടിൽ പോലും എടുത്തോണ്ട് പോകത്തില്ല, കട്ടിലിന്റെ കാല് കൊണ്ടുപോകത്തില്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം.